അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഹജ്ജിൻ്റെ അവസരത്തിലാണ് ഉള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ഇന്ന് അറഫയെക്കുറിച്ചും അറഫ പ്രസംഗം, അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഹജ്ജിനെ കുറിച്ച് പറയുമ്പം ആദ്യമായി ഇത് പറയാതെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഹജ്ജ് പലപ്പോഴും നമ്മൾ പ്രായമായി മരിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഇതും കൂടെ ചെയ്തിട്ട് പോവാം എന്നൊരു ധാരണയിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. ഹജ്ജ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കർമ്മമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഫർലായ കർമ്മമായതുകൊണ്ട് തന്നെ അള്ളാഹു നിർബന്ധമായും ചോദിക്കുന്ന കർമ്മമാണ്. 2 കണ്ടീഷന് ആയിക്കഴിഞ്ഞാൽ ഒരാൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അതിലൊന്ന് ആരോഗ്യമാണ്, 2 സമ്പത്താണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് ഹജ്ജ് ചെയ്യാത്തത് എന്താണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഇനി സമ്പത്തില്ലെങ്കിൽ നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വർഷം ടാർഗറ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായി നമ്മൾ അതിന് ഒരുങ്ങുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് പറഞ്ഞുകൊണ്ട് അറഫ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഹജ്ജ് അറഫയാണ് എന്ന് പറയുന്നുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അറഫ. ഹജ്ജിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഓരോ ആരാധനാ കർമ്മത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇപ്പോൾ നമ്മൾ റമദാൻ ജസ്റ്റ് കുറച്ച് അതിന് ഭക്ഷണം ഒഴിവാക്കുക എന്നതൊക്കെയുമായിട്ട് ബന്ധമാണ്. ഹജ്ജിൻ്റെത് വേറെ തന്നെ ഒരു സ്വഭാവമാണ്. ഒന്ന്, ഹജ്ജ് നമ്മൾ ഒരു പ്രത്യേക രാജ്യത്ത് പോയിട്ടാണ് ചെയ്യുന്നത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ അവിടെ പോയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലേ എന്ന് നമ്മൾ കരുതാൻ മാത്രം ഒന്നുമില്ല ഹജ്ജിലെന്ത് ആരാധനാ കർമ്മങ്ങൾ. ഹജ്ജിൻ്റെ മൊത്തം യാത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന, അറഫ, മുസ്ദലിഫ, മിന, കഅബ. അപ്പോൾ അതിൽ ആ യാത്രയിൽ ആ മൂവ്മെൻറ്റിൽ ചലനത്തിൽ ഒരിടമാണ് അറഫ. അറഫ എന്ന് പറയുന്നത് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കുന്നും വളരെ പരന്ന ഒരു സ്ഥലമാണ്. വളരെ തുറസ്സായിട്ടുള്ള ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. അറഫക്ക് 2 വശങ്ങളുണ്ട്. അതിലൊന്ന് ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് അറഫ എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ക്ലാസ് എടുക്കാൻ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ അദ്ദേഹം. ആ ഹജ്ജിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ച് ചെയ്യുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണോ ഒഴിഞ്ഞു വെച്ചത് ആ 23 വർഷം അതിലെല്ലാം സമർപ്പിച്ചിട്ട് അവസാനം താൻ ഈ ഭൂമി വിട്ടു പോവുകയാണെന്ന് സ്വയം അറിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് തൻ്റെ അനുയായികളോട് പറയുന്ന വാക്കുകളാണത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രബോധനം ചെയ്തതിൻ്റെ സത്ത അതിൽ ഉണ്ടാവും, ഉറപ്പാണ്. അവസാനം പറയുന്ന നമ്മളിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് മരണപ്പെടാൻ പോവുകയാണെന്ന് വെറുതെ വിചാരിക്കുക. നമുക്കൊരവസരം തരികയാണ് നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് അവസാനമായി 1-2 കാര്യങ്ങൾ പറയാൻ. ആ വാക്കുകളാണ് അറഫ എന്ന് പറയുന്നത്. നിങ്ങൾ അറഫ പ്രസംഗം ഏത് കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചാലും, ഞാൻ പറയുന്നത് ഒരു 10, 20, 30 വർഷം കഴിഞ്ഞിട്ട് എത്ര ടെക്നോളജി വികസിച്ചാലും എത്ര ലോകം മാറി വായിച്ചാലും ഒരു വിശ്വാസി അത് വായിക്കുമ്പം ഇത് തന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് കിട്ടുന്നൊരു പ്രൈഡ്, ആത്മവിശ്വാസം, അഭിമാനബോധം എന്ന് പറയുന്നത് ഭയങ്കര ഹൈയാണ്. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ഇതാണ് അറഫ പ്രസംഗം എന്ന് പറയുന്നത്. ആരാധനകൾ സാധാരണ ഹജ്ജിൻ്റെ ഈ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ അറഫയിലേക്ക് കിടക്കാം. ഹജ്ജ് ആരാധനാ കർമ്മമാണ്. ഇസ്ലാമിൽ ധാരാളം ആരാധനാ കർമ്മങ്ങൾ ഉണ്ട്. അതിൽ നമസ്കാരമുണ്ട്, നോമ്പ്, സക്കാത്ത് ഒക്കെ ആരാധനാ കർമ്മമാണ്. ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ തന്നത്
അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധനകൾ തന്നെ ലക്ഷ്യമാകുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട്. നോമ്പെടുക്കൽ ലക്ഷ്യം, നമസ്കരിക്കൽ ലക്ഷ്യം, ഹജ്ജ് ചെയ്യൽ ലക്ഷ്യം. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പം ആരാധനകൾ സ്വയം തന്നെ ലക്ഷ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ നോമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഹജ്ജ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് ലക്ഷ്യമേ അല്ല. ഹജ്ജ് ചെയ്തതിന് ശേഷമാണ് ആ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത്. ജീവിതത്തിൽ പ്രതിഫലിക്കാത്ത ഒരു ആരാധനാ കർമ്മവും പ്രസക്തമായിട്ടുള്ള കാര്യമില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞാൽ ഓരോ ആരാധനാ കർമ്മവും ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് മാത്രമല്ല, ആരാധനാ കർമ്മത്തിൽ നമ്മൾ സിംബോളിക്കായിട്ട് ജീവിതത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് അള്ളാഹു നമ്മളെ ചെയ്ത് കാണിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഹജ്ജ് വേളയിൽ ഒരു കർമ്മം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹജ്ജിൽ ഒരു കർമ്മമാണ് മിനയിൽ നിന്നുകൊണ്ട് കല്ലെറിയുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ആ കല്ലെറിയുന്നതാണ് ഒരാളുടെ ലക്ഷ്യം എന്ന് കരുതാണ്. വളരെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് എയിമൊക്കെ ചെയ്ത് കല്ലെറിയലാണ് ലക്ഷ്യം. ആ കല്ലെറിയൽ ഒരു സിംബോളിക്കാണ്. എന്താണ് ആ സിംബോളിക്? ഒരു പ്രതീകാത്മകമാണ്. എൻ്റെ ജീവിതത്തിൽ ഇതിന് ശേഷം എവിടെയൊക്കെ എന്നെ ശൈത്താൻ പ്രലോഭിപ്പിക്കുമോ അവിടെയൊക്കെ ഞാൻ എറിഞ്ഞോടിക്കും, അവൻ്റെ പാട്ടിന് പോവുകയില്ല എന്ന് ഞാൻ ഒരു നിർബന്ധപൂർവ്വം സിംബോളിക്കായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഇങ്ങനെയാണ്. സുജൂദ് ചെയ്യുന്നത് ജീവിതത്തിൽ, ളുഹറിന് സുജൂദ് ചെയ്യുന്നത് അസർ വരെയുള്ള ജീവിതത്തിൽ അള്ളാഹ്ക്ക് സമർപ്പിച്ചിട്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യുകയുള്ളൂ എന്നത് നമ്മൾ ചെയ്ത് കാണിക്കുകയാണ്. ഹജ്ജ് ഇതേപോലെ ചരിത്രത്തിലൂടെ ജീവിതം പഠിപ്പിക്കുന്ന ആരാധനാ കർമ്മമാണ്. ഹജ്ജിൽ ഏറ്റവും വലിയ ഹീറോ ഹജ്ജിൻ്റെത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഹാജറ ബീവി, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇവർ നടന്ന വഴികളിലൂടെ നടക്കുക, അവർ വെച്ച കാൽപാദങ്ങളുടെ മുകളിൽ നമ്മൾ കാല് വെക്കുക, അവർ തിരിഞ്ഞെടുത്ത് തിരിയുക. ലിറ്ററലി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് തന്നെയാണ് അതേപോലെ. ലിറ്ററലി എന്ന് ഞാൻ പറയാൻ കാരണം സഈ ഉണ്ട് ഹജ്ജിൽ. സഈയിൽ ഹാജറ ബീവി ഓടിയെടുത്ത് നമ്മൾ ഓടണം, നടന്നെടുത്ത് നമ്മൾ നടക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ നേതാവായ ഒരു പ്രവാചകന്റെ കാൽപാദങ്ങളിലൂടെ ഇങ്ങനെ നമ്മൾ ചലിച്ച് അദ്ദേഹം ചെയ്തതൊക്കെ ചെയ്തിട്ട് ഇബ്രാഹിമായി മാറലാണ് ഹജ്ജിലൂടെ നമ്മൾ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോയിട്ട് ഇബ്രാഹിമിനെ പോലെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെ, ഹാജറ ബീവിയെ പോലെ ഹാജിയായി ജീവിച്ച് കാണിക്കാനാണ്. ഇതാണ് ഹജ്ജിൻ്റെ പ്രത്യേകത. ഹജ്ജ് എന്ന് പറയുന്നത് ചരിത്രത്തിലൂടെ നമ്മളെ ജീവിതം പഠിപ്പിക്കുന്ന കർമ്മമാണ്. അതിലൊന്നാണ് അറഫ. അറഫയിലും മുസ്ദലിഫയിലും പോയവർക്കറിയാം അവിടെ നമ്മളൊന്നും ചെയ്യാൻ ഇല്ല. അറഫയിലും മുസ്ദലിഫയിലും അറഫയിൽ അവിടെ നിൽക്കലാണ് ആരാധന. ഒന്നും ചെയ്യാത്തത് അവിടെ ആരാധനയാണ്. മുസ്ദലിഫയിൽ രാത്രി വെറുതെ പാർക്കലാണ് ആരാധന. ഒരു തുറന്ന മൈതാനത്ത് എല്ലാവരും അവിടെ സിമ്പിളായിട്ട് കിടക്കലാണ് ആരാധന. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യത്തെ അവിടെ പോയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും മുൻനിർത്തിക്കൊണ്ട് അവർ ചെയ്ത ദൗത്യത്തെ നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. അത് തിരിച്ചറിയുന്ന വേളയാണ് അറഫയും മുസ്ദലിഫയും എന്ന് പറയുന്നത്. സൂറ ഹജ്ജിൽ അവസാനത്തിൽ മില്ലത്ത അബീക്കും ഇബ്രാഹിം, ആരാണ് നമ്മൾ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ മില്ലത്തിൽ ഉള്ളവരാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അദ്ദേഹമാണ് എന്ത് ചെയ്തത്? മുസ്ലിം എന്ന നാമം നമുക്ക് തന്നത്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്നും പ്രവാചകൻ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. തകൂനു ശുഹദാ അലന്നാസ്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മുന്നിൽ ഇത് സാക്ഷ്യം വഹിക്കുക. ആ ദൗത്യം കൈമാറുന്ന വേളയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുന്ന ഘട്ടമാണ് അറഫ എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. അറഫയുടെ മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം. അറഫയുടെ ഒന്നാമത്തെ മെസ്സേജ്, വിപ്ലവകരമായ മെസ്സേജ്, റവല്യൂഷണറി ആയിട്ടുള്ള മെസ്സേജ്, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ നിന്നും ഒരു കൂട്ടം മനുഷ്യരെ പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും നാടും ഒക്കെ എല്ലാം ഒഴിവാക്കി പോകാൻ പറയുന്നു. അതേ നാട്ടിൽ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു അതേ കൂട്ടർ.
ആ അധികാരം വരുന്നത് ഹിജ്റ 8-ാം വർഷമാണെങ്കിൽ അതിനുശേഷം 10-ാം വർഷമാണ് ഹജ്ജ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് നടക്കുന്നത്. എന്ന് വെച്ചാൽ അറഫ പ്രസംഗം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു വിജയത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പ്രസംഗം കൂടി ആണ് എന്ന് കാണാൻ പറ്റും. ഇതിൽ വളരെ ഖുർആനിൽ സൂറ ഫതഹിൽ 27-ാമത്തെ ആയത്തിൽ ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹക്ക് എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക, ഹറം, കഅബ എന്ന് പറയുന്നത് ജീവനോളം തുല്യമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കിടന്നുറങ്ങുമ്പം അള്ളാഹു സ്വപ്നം കാണിക്കുകയാണ്. എന്ത്? മക്കയിലേക്ക് കടക്കുന്നു എന്ന സ്വപ്നം കാണിക്കുകയാണ്. അതിനുശേഷം വഹിയായിട്ട് ഇറങ്ങിയ ആയത്താണ് എന്ത്? നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമി ഇൻഷാ അല്ലാഹു ആമിനീൻ. നീ എന്ത് ചെയ്യും? എന്തായാലും മസ്ജിദുൽ ഹറാമിൽ കടക്കും. ഇതിന് ശേഷമാണ് അവർ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരെ ബ്ലോക്ക് ചെയ്യുന്നു. അവിടെ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഉംറ ചെയ്യാതെ തിരിച്ചു വരുന്നു. സഹാബത്തിൽ പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ആയത്ത് താങ്കളുടെ സ്വപ്നം സത്യമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് അത് നടക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഹിജ്റ 8-ാം വർഷമാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പം നമുക്ക് താൽക്കാലികമായി വരുന്ന നഷ്ടങ്ങളെ, ഭൗതികമായി വരുന്ന നഷ്ടങ്ങളെ പരാജയമായി എണ്ണരുത് എന്നത് അറഫയിലെ പ്രസംഗം തരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് തരുന്ന വലിയ പാഠമാണ്. ആ പ്രതീക്ഷിച്ച ആ ദിവസം തന്നെ ആയിക്കോളും. അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്യുമ്പം ആ മാർഗത്തിൽ ഉറപ്പായിട്ടും വിജയം വരിക്കും എന്നുള്ളതാണ് ഒന്നാമത് അറഫ തരുന്ന പാഠം എന്ന് പറയുന്നത്. രണ്ടാമത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൻ്റെ വേളയിൽ ഇറങ്ങിയ ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ളത്. ഇന്ന് നിനക്ക് ഇസ്ലാമിനെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് എന്തൊക്കെയാണോ ശരീഅത്തിൽ കാണിച്ചു തരേണ്ട കർമ്മങ്ങളും ആരാധനകളും ധാർമ്മിക നിയമങ്ങളും എല്ലാം കാണിച്ച് അവസാനിക്കുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കൂടി കാണിച്ചിട്ടാണ്. ആ ആയത്തിന് തൊട്ടു മുന്നേ ഖുർആൻ പറയുന്നത് അൽ യൗമ യഇസല്ലദീന കഫറൂ മിൻ ദീനിക്കും എന്നാണ്. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളെക്കുറിച്ച് നിരാശരായിരിക്കുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദീന് പൂർണ്ണമായി നിൽക്കുമ്പോൾ, ഇസ്ലാം ഏറ്റവും പെർഫെക്ഷനിൽ കംപ്ലീറ്റ് ആയി നിൽക്കുമ്പം ഒരാൾക്കും ഇസ്ലാമിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന മെസ്സേജാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ ഹജ്ജിലൂടെ തരുന്നത് എന്ന് കാണാൻ പറ്റും. ഇത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും മനസ്സുറപ്പോടുകൂടി വായിക്കേണ്ടതാണ്. കാരണം ഗസ കാണുമ്പം എവിടെയൊക്കെയോ ഇസ്ലാമിൻ്റെ പരാജയമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. എവിടെ പോയാലും ഇസ്ലാമോഫോബിയ, എവിടെ പോയാലും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിലും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്തടത്ത് നിന്നും അറഫ സാധ്യമാകുന്നു, ഹജ്ജ് സാധ്യമാകുന്നു, മക്കം ഫതഹ് സാധ്യമാകുന്നു എന്ന് പറയുന്നത് നമുക്ക് തരുന്ന പാഠം ഊർജം വളരെ വലുതാണ് എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തത്, അറഫ പ്രസംഗം തരുന്ന നമുക്ക് അറഫ പ്രസംഗത്തിൽ ധാരാളം കാര്യങ്ങൾ, വളരെ ചെറിയ പ്രസംഗമാണ്, അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. 1-2 പോയിന്റുകൾ മാത്രം, വളരെ പ്രസക്തമായ 1-2 പോയിന്റുകൾ മാത്രം നമുക്ക് പാഠമായിട്ട് എണ്ണാണ്. അതിനു മുന്നേ അറഫ പ്രസംഗം വളരെ വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ്. കാരണം അറഫ പ്രസംഗം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകും അടുത്ത് തന്നെ എന്ന് പ്രവാചകൻ ഉറപ്പായിരുന്നു, സഹാബത്തിനും അറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തതിൻ്റെ അപ്പുറമാണ്. 23 വർഷം ഏതോ നേതാവല്ല, വഹി ഇറങ്ങുന്ന, അള്ളാഹിനോട് ഏറ്റവും സാമീപ്യമുള്ള, തങ്ങൾക്ക് എല്ലാത്തിനും മാർഗനിർദ്ദേശം നൽകുന്ന, തങ്ങളോട് കാരുണ്യമുള്ള പ്രവാചകൻ തങ്ങളിൽ നിന്നും വിട്ടുപോകാൻ പോകുന്നു, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകളാണിത് എന്ന് കേട്ടു നിൽക്കുന്ന ഒരു ജനത. തൻ്റെ ദൗത്യം അവസാനിക്കാൻ പോകുന്നു, തനിക്ക് ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള വേളയാണ് എന്ന് മനസ്സിലാക്കുന്ന പ്രവാചകൻ. ഇതാണ് അറഫ വേള എന്ന് പറയുന്നത്. അത് നമുക്ക് വൈകാരികമായിട്ട് കൂടെ കാണാൻ കഴിയണം. ഇപ്പം നമ്മൾ അറഫയിൽ ഉണ്ടെങ്കിൽ അറഫ ആ സമയത്തെക്കുറിച്ച് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു തുറന്ന മൈതാനം, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ എല്ലാ സഹാബത്തും ഇങ്ങനെ നിരന്ന് പ്രവാചകൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. പ്രവാചകൻ തൻ്റെ ഖസ എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചരിത്രം അങ്ങനെയാണ് എഴുതുന്നത്. ആ ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അവരെ ഫേസ് ചെയ്യാണ്. വളരെ വികാര നിർഭരമായിട്ടുള്ള നിമിഷമാണ്. അതിൽ ഇതിങ്ങനെ വായിക്കുമ്പം അതിലൊരു രംഗം പറയുന്നുണ്ട്, അതായത് വർണ്ണിക്കുന്നുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ കയറ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ആ ഒട്ടകത്തിൻ്റെ കയറും താഴത്തേക്ക് വീഴുകയും ആ കയർ ഒന്നും കൂടി മുകളിലേക്ക് പിടിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റും. വളരെ വൈകാരികമായിട്ടുള്ള ആ രംഗം സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. കാരണം മക്കം ഫത്ഹ് നടന്നു, ഹജ്ജ് നടന്നു. പക്ഷെ അതേസമയം ഇനി പ്രവാചകനെ കാണാൻ കഴിയില്ല എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ള ഇത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യം പറയുന്നത്, മനുഷ്യരെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ നാം ഇനി കണ്ടുമുട്ടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഉറപ്പാണ് പ്രവാചകനെ അത്രയും സ്നേഹിക്കുന്ന മുന്നിലുള്ള സഹാബത്തിൽ അധിക പേരും ഈ വർത്തമാനം പറയുമ്പം കരഞ്ഞിട്ടുണ്ടാവും. ഇതിനു ശേഷം നമ്മൾ തമ്മിൽ ഇനി കാണുകയില്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്ന സമയം. അറഫ പ്രസംഗത്തിൻ്റെ പിന്നീടുള്ള കണ്ടന്റുകൾ ഞാൻ പറയുന്നത്, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഇപ്പോഴും സെക്യുലർ ലോകത്ത് പോലും മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ ചേർത്ത് റെഫറൻസായി പഠിക്കുന്ന ഒന്നാണ് എന്ത്, മദീന ചാർട്ടറാണ്. 2 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗം. ഞാൻ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുന്നേ ഇന്നത്തെ ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ, ടെക്നോളജി, ഇൻഫർമേഷൻ വേൾഡ് ഒന്നും അല്ലാത്തടുത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വളരെ ആ മരുഭൂമിയിൽ മാത്രം ജീവിച്ച ആ പ്രവാചകൻ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇസ്ലാം ഏതാണ്, നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ വിഷയം പ്രവാചകൻ അതിൽ പറയുന്നത്, തൻ്റെ റബ്ബിനെ സാക്ഷി നിർത്തി ആവർത്തിച്ച് പ്രവാചകൻ ചോദിക്കുന്നത് അലാഹൽ ബല്ലഗത്തു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം എത്തിച്ചു തന്നില്ലയോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം എത്തിച്ചു തന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മളാണ് പ്രവാചകൻ്റെ ജീവിതം ജീവിച്ചെങ്കിൽ അതിൻ്റെ ഒരു 50% പണിയെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിരിക്കും നമുക്ക് സ്വർഗം കിട്ടും. അത്രയും ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും നമ്മൾ. അതിന് മാത്രം പണി പ്രവാചകൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും പണിയെടുത്തിട്ട് അത്രയും സമർപ്പിച്ചിട്ടും അവസാനം അത് ഉറപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധ്യത, നമുക്കറിയില്ല എപ്പോഴാണ് ഇത് വരാൻ പോകുന്നുള്ളത്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഈ മെസ്സേജ്, ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന വലിയ പാഠം ആ അറഫ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ട് എന്ന് കാണാൻ, പ്രവാചകൻ്റെ ഈ ചോദ്യത്തിൽ ഉണ്ട് എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തത്, രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലവരുടെയും വശം വല്ല അമാനത്തുമുണ്ടെങ്കിൽ അത് അതിൻ്റെ അവകാശികളെ തിരിച്ചേൽപ്പിച്ചു കൊള്ളട്ടെ. ആ കണ്ടന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ആരാ പറയുന്നത്? ഒരു മതത്തിൻ്റെ നേതാവാണ്. നമസ്കാരത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, ഹജ്ജിനെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ അല്ല പറയുന്നത്. അത് കുറവായിട്ടുള്ള കാര്യം ആയതുകൊണ്ടല്ല. അവസാനം പറയുന്ന കുറച്ച് വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വല്ലവരുടെയും വശം വല്ല അമാനത്തുമുണ്ടെങ്കിൽ അതതിൻ്റെ അവകാശികളെ തിരിച്ചേൽപ്പിച്ചു കൊള്ളട്ടെ. അനിസ്ലാമിക കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോടെ ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാവിധ തറവാടിത്തങ്ങളും കുലമഹിമകളും പദവികളും ഇതോടെ ഞാൻ അസാധുവാക്കിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാനത്തെ വർത്താനത്തിൽ അതിൻ്റെ സത്ത ഉണ്ടാവും. ഇസ്ലാം എന്താണ് എന്നതിൻ്റെ ഒരു നേർരേഖ ഇതിലുണ്ട്. മനുഷ്യൻ്റെ അവകാശങ്ങൾ പരിഗണിക്കാത്ത ഒരു തരത്തിലുള്ള ആരാധന, ആത്മീയ ജീവിതവും അംഗീകരിക്കാത്തൊരു മതമാണ് ഇസ്ലാം എന്നതിന് ഏറ്റവും നേർരേഖയാണ് ഇത് എന്ന് കാണാൻ പറ്റും. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, മറ്റുള്ളവരുടെ അവകാശമാണ്. അവസാനം സഹാബത്തിനെ ഓർപ്പിക്കുന്നത്, ഒരാളുടെയും അവകാശം പിടിച്ചു വെക്കാതെ, ഒരാളുടെയും അവകാശം എന്ന് പറഞ്ഞാൽ എന്തുമാകാം, സമ്പത്ത് മാത്രമല്ല, ഒരാളുടെയും അവകാശം ഹനിക്കാത്തവൻ മാത്രമാണ് മുസ്ലിം ആകുന്നത്. രണ്ടാമത്, ഒരു തരത്തിലുള്ള പകയും മറ്റുള്ളവരോടില്ലാത്ത വ്യക്തിത്വം, ഒരാളോടുള്ള ദേഷ്യം ഇല്ലാതിരിക്കുക. മൂന്നാമത്, തറവാടിത്തം എന്നുള്ളത്. ഈ തറവാടിത്തം എന്ന് പറയുന്നത് ഏത് ജനതയോടാണ് പറയുന്നത് വെച്ചാൽ, അന്ന് ഗോത്രം എന്ന് പറയുന്നത്, ഗോത്രമഹിമ എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവരെ പ്യൂരിഫൈ ചെയ്ത് ശുദ്ധരാക്കി കൊണ്ടുവന്നിട്ട് അവസാനം താൻ വിട്ടുപോകുന്ന സമയത്ത് പിന്നെയും ഓർമ്മിക്കുന്നത് ഒരു തരത്തിലുള്ള തറവാടിത്തവും ഉണ്ടാകരുത് എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം എന്ന് കേൾക്കുമ്പം പള്ളിയും ആരാധനയും
പിന്നെ ഇതുപോലത്തെ കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണം അള്ളാഹു മനുഷ്യാവകാശങ്ങൾ പരിഗണിക്കാത്ത ഒരു തരത്തിലുള്ള വിശ്വാസവും അള്ളാഹു പരിഗണിക്കില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഹജ്ജിലെ ഒരു കർമ്മമുണ്ട്, തുടക്കത്തിലെ കർമ്മം, അത് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് ഇഹ്റാമാണ്. ഇഹ്റാമിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ താൻ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒരാളോട് ഒരു പകയുമില്ല, ഒരു പ്രശ്നവുമില്ല, എൻ്റെ സമ്പത്തും തറവാടിത്തവും ഒന്നുമല്ല, ഞാൻ ഈ വളരെ നിസ്സാരമായ ഈ 2 വസ്ത്രങ്ങളിൽ ആണ് ഞാനുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇഹ്റാം. അപ്പോൾ ഇഹ്റാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. അറഫയിലെ 3ാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വളരെ വ്യക്തമായ കാര്യം ഇവിടെ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. 2 കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അവൻ്റെ ദൂതൻ്റെ ചര്യമാണ്, ഖുർആനും സുന്നത്തുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിട്ടേച്ച് പോകുന്നത്. വിട്ടേച്ച് പോകുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങൾ അതിലുണ്ട്. ഒന്ന്, പ്രവാചകനില്ലാത്ത സമയത്ത് പ്രവാചകനാണ് ഖുർആൻ. എന്നുവെച്ചാൽ പ്രവാചകൻ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ഗൈഡൻസ് കൊടുക്കുമോ അത് പ്രവാചകൻ ഇല്ലാത്തപ്പം ആ ഗൈഡൻസ് ആണ് ഖുർആൻ. പ്രവാചകൻ ഇല്ലാത്തപ്പോൾ പ്രവാചകനാണ് പ്രവാചകൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത്. നമ്മളെ കയ്യിൽ ഇത് 2ഉം ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ, ഏത് നിലപാടും ബേസ് ചെയ്യേണ്ട 2 കാര്യങ്ങളായിട്ട്. വിട്ടേച്ച് പോകുക എന്നുള്ളതിൻ്റെ 2ാമത്തെ മീനിങ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ ഉത്തരവാദിത്തം കൂടി തരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ, ഈ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ ആലോചിക്കുക. ഖുർആൻ അറിയാത്തവർ ധാരാളം, ഖുർആനിൽ പറയുന്ന ബേസിക് കാര്യങ്ങൾ അറിയാത്തവർ ധാരാളം, ഖുർആൻ ഒരു വട്ടം മൊത്തമായി അറിയാത്തവർ ധാരാളം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അറിയാത്തവർ ധാരാളം. ഇതൊന്നുമില്ലാതെ പ്രവാചകൻ ഈ പറഞ്ഞ ഒരു മുസ്ലിമിൻ്റെ ബേസ് ലൈഫ് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ആക്കാൻ കഴിയുക എന്നത് നമ്മളോട് ചോദിക്കേണ്ടുന്ന കാര്യമാണ്. ഇത് ഹജ്ജിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്, അത് തവാഫാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഖുർആനും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു തവാഫ് ചെയ്യുന്നത് അള്ളാഹുവിന് ചുറ്റും കറങ്ങുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാം ഞാൻ പടച്ചവന് ചുറ്റും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് ഖുർആനാണ്. ഖുർആനിന് ബേസ് ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫ് ഉണ്ടാവും എന്നതാണ്. 2ാമത് സുന്നത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറങ്ങുന്നത് പ്രവാചകൻ എങ്ങനെയാണോ കറങ്ങിയത്, 7 പ്രാവശ്യമാണെങ്കിൽ 7 പ്രാവശ്യം ആ പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കലാണ്. തവാഫ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രാക്ടിക്കലായി ഫിസിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് എന്ന് കാണാൻ കഴിയും. 4ാമത്തെ മെസ്സേജ്, ഇതും വായിക്കുമ്പം ഈ മെസ്സേജ് എവിടെ, മുസ്ലിം സമുദായം എവിടെ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് മുസ്ലിം സമുദായത്തിനോട് പറയുന്നത് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഗസയിൽ 2 വർഷത്തോളം 1 ലക്ഷത്തോളം മനുഷ്യരെ അത്രയും കൊന്നൊടുക്കിയിട്ടും വിശ്വാസികൾ ലോകത്തുടനീളം ഉണ്ടായിട്ടും ഒരു കൈ അനങ്ങാത്ത ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. തൻ്റെ സഹോദരന് തൃപ്തിയോടെ തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഐക്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇന്ത്യ നോക്കിയാൽ മതി, മൊത്തം മുസ്ലിം സമുദായം തന്നെ അസ്തിത്വം പോലും ഭീഷണിയായി നിൽക്കുന്ന സമയത്ത് സംഘടനകൾക്ക് ഒരുമിക്കാൻ കഴിയാത്ത ഇന്ത്യൻ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മതത്തിൻ്റെ നേതാവ് അവസാനമായിട്ട് പറയുന്നത് നമ്മൾ സഹോദരങ്ങളാണ് എന്നുള്ളതാണ്. ഏറ്റവും വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജമാഅത്തിനൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ വടവ് കാലിന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ആൾ എന്ത് ചെയ്യും, പിടിച്ചടുത്തേക്ക് വെക്കും. ആ ആരാധനാകർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഏത് സമയത്തും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കേണ്ടവരാണ് നമ്മൾ എന്നത് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. ആ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ലൈഫിൽ അതിനൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്തൊരു ഉമ്മത്തായിട്ട് നമ്മൾ മാറിപ്പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ആ ഒരു മെസ്സേജ് നമുക്ക് തരുന്ന വലിയൊരു പാഠമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹജ്ജിനെ ഇവിടെ നിന്നുകൊണ്ട് ഹജ്ജിലേക്ക് നമ്മൾ വെറുതെ ഇപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം, നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ആഗോള സാഹോദര്യത്തിൻ്റെ സുന്ദരമായ കാഴ്ചയാണ് എല്ലാ വർഷവും അവിടെ നടക്കുന്നത്. അവിടെ ഇറാനികളുണ്ട്, അവിടെ ബംഗ്ലാദേശികളുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, എല്ലാവരുമുണ്ട്. തോളോട് തോളേർന്ന അത്രയും ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ നിറത്തിൽ
ഒരു ഇക്കാമത്ത് കൊടുക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അത്രയും മുസ്ലിം ഐക്യത്തിനെ കാണാൻ കഴിയില്ല. ഒരേ കഅബ, ഒരേ ഇലാഹ്, ഒരേ പ്രവാചകൻ. അപ്പോൾ ഓരോ വർഷവും ഇത് കാണുകയും എന്നാൽ ശരിക്കും പ്രാക്ടിക്കലി ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അറഫ പ്രസംഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തിൽ നിന്നുള്ള അവസാനത്തെ പ്രസംഗത്തിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ തറവാടിത്തം ഒഴിവാക്കണം, പക ഒഴിവാക്കണം എന്ന് പറഞ്ഞതുപോലെയുള്ളതാണ്. ഇതൊരു പ്രഖ്യാപനമാണ്. നിങ്ങളുടെ രക്തവും ധനവും പവിത്രമാണ്, ഈ മാസവും ഈ ദിവസവും പവിത്രമായതുപോലെ. എന്ന് പറഞ്ഞാൽ ഈ മാസം എന്ന് പറഞ്ഞാൽ ഏത് മാസമാണ്? ഹജ്ജിൻ്റെ മാസമാണ്. ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ്? അറഫയുടെ ദിവസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് ഏറ്റവും പവിത്രമായ ഒരു ദിനത്തിനെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നത് ഈ ദിനത്തിൻ്റെ അതേ പവിത്രത, പവിത്രത എന്തിനുണ്ട്? മനുഷ്യൻ്റെ രക്തത്തിനും ധനത്തിനും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമസ്കരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ആത്മീയതയും പരിശുദ്ധിയും കൂടെ ഉള്ളവൻ്റെ രക്തം പോകുമ്പം, അവൻ്റെ അവകാശങ്ങൾ പോകുമ്പം, അവന് നഷ്ടങ്ങൾ വരുമ്പം അതിനുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരുടെ അവകാശങ്ങളെ പരിഗണിക്കുന്ന ആ പരിഗണന എത്രത്തോളം വലുതാണെന്ന് വെച്ചാൽ ഖുർആനോളം, ആരാധനകളോളം, ആത്മീയതയോളം വലുതാകുന്ന ഒരു മതത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം മനുഷ്യരുടെ ജീവനും ധനവും മതത്തോളം പവിത്രമാകുന്ന ഒരു മെസ്സേജാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൊടുക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹജ്ജിൻ്റെ ആയത്തുകൾ നമ്മളിങ്ങനെ നോക്കുമ്പം ഹജ്ജിന് കഅബയെ സജ്ജീകരിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വയം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇജാൽ ഹാദ ബലദൻ ആമിന, ഈ നാടിനെ ഒരു സുരക്ഷിതമായ നാടാക്കണേ എന്നുള്ളത്. എന്നിട്ട് വർസുഖ് അഹ്ലഹു മൻ ആമന, വിശ്വാസികൾക്ക് നീ എന്ത് ചെയ്യണം? റിസ്ക് കൊടുക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനെ തിരുത്തുകയാണ് അവിശ്വാസികൾക്കും. എന്ന് പറഞ്ഞാൽ കഅബ സെൻറ്റർ ആയിക്കൊണ്ട് ഒരു സിവിലൈസേഷൻ ഉണ്ടാവുകയും ഒരു നാഗരികത ഉണ്ടാവുകയും ആ നാഗരികതയിൽ മുസ്ലിങ്ങളും അല്ലാത്തവർക്കും എല്ലാവർക്കും റിസ്ക്കും സുരക്ഷിതത്വവും തരുന്ന ഒരു നാടിനെ കുറിച്ച് കൂടി കഅബയും മസ്ജിദുൽ ഹറമൊക്കെ ഒരു മെസ്സേജ് തരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഇതാണ് അഞ്ചാമത്തെ മെസ്സേജ്. ആറാമത്തത് ഇതായിരിക്കും നമ്മൾ പലപ്പോഴും അറഫ പ്രസംഗത്തിൽ കോട്ട് ചെയ്യുന്ന മെസ്സേജ്. ജനങ്ങളെ, നിങ്ങളുടെ ദൈവം ഏകനാണ്, നിങ്ങളെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്, ആദമോ മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എടുത്തിട്ട് താഴത്തിടുന്ന പരിപാടിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ദൈവമുള്ളൂ, നമ്മളെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്, ആ പിതാവ് മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മണ്ണിനോളം നിസ്സാരരാണ്. ഇനി പറയുന്നതാണ്, അതിനാൽ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. 1400 വർഷം മുന്നേ ഒരു മരുഭൂമിയിൽ നിന്നുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വിപ്ലവം സാധ്യമായിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു തരത്തിലും ഒരു ഉച്ചനീചത്വവും ലോകത്ത് കൽപ്പിക്കാത്ത മതമാണ് ഇസ്ലാം. അതിൻ്റെ നേതാവാകുന്നത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ. ഇത് ആരോടെ പറയുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിനും ഓരോ സ്റ്റാറ്റസോട് കൂടി കണ്ടിരുന്ന ഒരു സമൂഹത്തിനോടാണ് പറയുന്നത് എന്ത്? അറബിനോടാണ് പറയുന്നത്. ചുറ്റുമുള്ള അറബിക്ക് അനറബിയേക്കാൾ എന്തില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ച് ആലോചിച്ച് എന്ന് പറഞ്ഞാൽ ഏത് ലോകത്തും എവിടെ ഇസ്ലാം ഉണ്ടെങ്കിലും എവിടെ വിശ്വാസികളുണ്ടെങ്കിലും അവൻ്റെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും പരിഗണിക്കുകയില്ല. ഇതിൽ ഇൻസ്പയർ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ജനറേഷനാണ് കേരളത്തിൽ ഇസ്ലാം മതം കൊണ്ടുവന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കാലഘട്ടത്തിൽ കീഴാളരായിട്ടുള്ള ദലിതുകളായിട്ടുള്ള മനുഷ്യർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അന്നത്തെ അറബി കച്ചവടക്കാർ കേരളത്തിൽ ചെയ്ത്. അവരൊന്നിച്ചു കൊണ്ടുപോയിട്ട് വെള്ളം കുടിച്ചു, അവരെ കൂടെ ഇരുന്നു, അവരെ കൈപിടിച്ചു. ഇവർ വിചാരിച്ചത് മനുഷ്യർക്ക് അങ്ങനെയൊക്കെ സാധ്യമാവോ? കറുത്ത എന്നെ വെളുത്തിട്ടുള്ള അല്ലെങ്കിൽ നിറം വെളുപ്പുള്ള ഒരാൾക്ക് അങ്ങനെ കൈ പിടിക്കാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെടുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. മാൽക്കം എക്സ് ലോകം കണ്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വ്യക്തിത്വം മാൽക്കം എക്സ്. ഇസ്ലാമിലേക്ക് കൺവേർട്ടായ മാൽക്കം എക്സിൻ്റെ ഹജ്ജിന് ചെയ്തിട്ട് അദ്ദേഹം ഹജ്ജിൻ്റെ അനുഭവം വിവരിക്കുന്ന ഒരു കത്ത് എഴുതുന്നുണ്ട്. എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും വായിക്കേണ്ടുന്ന മൊത്തം കത്ത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ
ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു വെള്ളക്കാരനും കറുത്തവനും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നുള്ളൂ. എനിക്ക് പ്രതീക്ഷിച്ചിട്ടില്ല, നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരു വെള്ളക്കാരനും കറുത്തവനും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അട്ടർലി സ്പീച്ച്ലെസ് ആൻഡ് സ്പെൽ ബൗണ്ട് എന്നാണ്. ബൈ ദ ഗ്രേഷ്യസ്നെസ് ഐ സീ ഡിസ്പ്ലേഡ് ഓൾ അറൗണ്ട് മീ ബൈ പീപ്പിൾ ഓഫ് ഓൾ കളേഴ്സ്. അട്ടർലി സ്പീച്ച്ലെസ് എന്ന് പറഞ്ഞാൽ വർത്താനം പറയാൻ ഒന്നുമില്ല, വാക്കുകളില്ല. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇനി നമ്മളെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ഉള്ളിലെ ജാതീയത നമ്മളെങ്ങനെയാണ് കാണുന്നത്? ദലിതുകളെ, ആദിവാസികളെ, തമിഴരിപ്പം പുതിയ ജാതീയത ബംഗാളികൾ എന്നൊക്കെ പറയലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് മതത്തിലാണുള്ളത്, ഏത് രീതിയിലാണ് നമ്മുടെ പ്രാക്ടീസിങ് എന്നുള്ളത് നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് കാണാൻ പറ്റും. ഹജ്ജിൽ ഈ അലി ശരീഅത്തി ഹജ്ജിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ഒരാൾ ഹജ്ജിന് പോകുന്നത് അള്ളാനെ കാണാനാണ്. എന്ന് വെച്ചാൽ അള്ളാൻ്റെ സാമീപ്യം അനുഭവിക്കാനാണ്. കാരണം അള്ളാൻ്റെ വീടാണ് കഅബ. ഇപ്പോൾ കഅബ പ്രതീക്ഷിച്ച് അള്ളാൻ്റെ ഗസ്റ്റായിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മൾ മക്കത്ത് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളോട് പറയുന്നത്, എന്നെ നിനക്ക് അനുഭവിക്കണോ, നീ അവിടുത്തെ മനുഷ്യ സാഗരത്തിൻ്റെ ഉള്ളിൽ ഒന്നുമല്ലാതായി അവരെ കൂടെ തിരിയണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കറുത്തവനുണ്ടാവും, വേർക്കുന്നവനുണ്ടാവും, കുറച്ച് വേർപ്പ് നാറ്റമുള്ളവനുണ്ടാവും, വേർപ്പ് ഒലിക്കുന്നവനുണ്ടാവും. ഒരു ഗ്യാപ്പും ഇടാതെ തോളോട് തോളൊരുമി അവരെ കൂടെ നീ ഇങ്ങനെ ചലിക്കുമ്പോഴാണ് നിനക്ക് എന്നെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ അറഫയിലേക്ക് നടക്കുന്ന ആ നടത്തത്തിനെ നിങ്ങൾ വെറുതെ വീഡിയോയിൽ യൂട്യൂബിൽ നോക്കി നോക്കാം. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ മനുഷ്യർക്കിടയിൽ ഒരു ഉച്ചനീചത്വവും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ദൈവവിശ്വാസം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് കാണാൻ പറ്റും. 7ാമത്തെ മെസ്സേജ് ഇതും വിപ്ലവകരമാണ്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ലേ എന്ന് നമ്മൾ തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട് എന്നാണ്. അവസാനം പറയുന്ന മെസ്സേജുകളിലൊന്ന്, നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട്, അവർക്ക് നിങ്ങളോടും. സ്ത്രീകളോട് നിങ്ങൾ ദയാപുരസ്സരം പെരുമാറണം, അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ്. അള്ളാഹുവിൻ്റെ അമാനത്തായാണ് നിങ്ങളവരെ വിവാഹം ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് മതത്തെക്കുറിച്ചാണ് നമ്മൾ സ്ത്രീ വിരുദ്ധം, സ്ത്രീകൾക്ക് അവകാശമില്ല, അത് എന്നൊക്കെ പറയും. സ്ത്രീകൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ്. ഇസ്ലാമിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഹിജാബ് ഇട്ടുകൊണ്ട് സ്ത്രീ വിഷയത്തിൽ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പം ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് വളരെ പ്രശ്നമാണ്. എണ്ണി നമുക്ക് ഖുർആൻ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പറയാൻ പറ്റും. ഒന്നും വേണ്ട, ഈ ഒരൊറ്റ സാധനം മതി. ഒരു മതത്തിൻ്റെ നേതാവ് അവസാനമായി പറയുന്നത് ഇതാണ് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എത്രത്തോളം പരിഗണന കൊടുക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് പ്രവാചകൻ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് എന്നതാണ് ഇതിൻ്റെ കോർ പോയിന്റ്. അത് അവർ അടിച്ചമർത്തപ്പെട്ടത് കൊണ്ടാണ്. ഒരു കാലഘട്ടത്തിൽ ആരാണോ അടിച്ചമർത്തപ്പെട്ടവർ അവരുടെ കൂടെയാണ് ഇസ്ലാം എന്നതാണ് ഇതിൻ്റെ മെസ്സേജ്. സ്ത്രീ ആയതുകൊണ്ടല്ല. സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ പുരുഷന്മാരായിരിക്കും ഇതിൻ്റെ നേരെ അപ്പുറത്തേക്ക്. ഒരു കാലഘട്ടത്തിൽ ആരാണോ അടിച്ചമർത്തപ്പെട്ടത് അവരെ കൂടെയായിരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഏതിനുമായിട്ട് ചേർത്ത് വായിക്കണം. ദലിതുകളുടെ കൂടെ തോളോട് തോള് ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടവനാണ് മുസ്ലിം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ആദിവാസികളുടെ കൂടെ, ലോകത്ത് കറുത്തവരുടെ കൂടെ, എല്ലാ മനുഷ്യരും ഒരു സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ആരാണോ താഴെ നിൽക്കുന്നത് അവരെ കൂടെയായിരിക്കും ഒരു മുസ്ലിം എപ്പോഴും നിൽക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. ഇതിനെ ഹജ്ജിൽ പ്രൂവ് ചെയ്യുന്ന, ഞാൻ പറയുന്നത് ഹജ്ജിൻ്റെ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു റിച്വൽ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏത് രാജാവ് വന്നാലും ഹാജറ ബീവി നടന്ന വഴികളിലൂടെ അദ്ദേഹം നടക്കണം. ആരാണ് ഹാജറ ബീവി? ഒരു കാലഘട്ടത്തിൽ 3 ഐഡൻറ്റിറ്റി കൊണ്ട് അടിച്ചമർത്തപ്പെട്ടവളാണ്. ഒന്ന് അവർ സ്ത്രീയായിരുന്നു, 2 കറുത്തവളായിരുന്നു, 3 അടിമയാണ്. ഈ 3 റീസൺ കൊണ്ടും ഒരു കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാൾ നടന്ന വഴികളിലൂടെ ലോകത്തിലെ ഏത് സമ്പന്നൻ വന്നാലും നടക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ആരാധന. അപ്പോൾ ഇസ്ലാമിൻ്റെ ആരാധന എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ലാത്ത കർമ്മങ്ങളായി എണ്ണുന്ന ഒരു ലോകത്ത് നിന്നുകൊണ്ട് എന്താണ് ആരാധന? അടിച്ചമർത്തപ്പെട്ടവൻ്റെ കാലിൻ്റെ മുകളിൽ കാല് വെച്ച് നടക്കുന്നതാണ് ആരാധന. നടന്നാൽ മാത്രം പോരാ, ഓടിയെടുത്ത് എന്ത് ചെയ്യണം? ഓടണം എന്ന് പറയുന്നിടത്ത് ഇസ്ലാം അവിടെയാണ് വിപ്ലവകരമാണ്. നമുക്കത് മനസ്സിലാകുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് കാണാം. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനുമായിട്ട്
കണ്ടുമുട്ടും. അപ്പോൾ അവൻ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പ്രസംഗം ഇങ്ങനെ അവസാനിപ്പിക്കും. ഇതും വളരെ പ്രധാനമാണ്. നമ്മുടെ എല്ലാ ഓട്ടത്തിനും ഇടക്ക് അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ രംഗം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇടുക. അന്നേരം ഞാൻ എന്താണ് ഓരോ ഈ ചോദ്യത്തിനും ഉത്തരം പറയുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരേണ്ടെന്ന് ചോദിക്കുന്നത്. അവസാനത്തെ പിന്നെ മെസ്സേജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നത്, അള്ളാഹുവെ ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലേ? വീണ്ടും ചോദിക്കുകയാണ്, അള്ളാഹിനോട് ചോദിക്കുകയാണ്, എത്തിച്ചു കൊടുത്തില്ലേ? നീ ഇതിന് സാക്ഷി. എന്നിട്ട് അവരോട് പറയാണ്, ഈ സന്ദേശം കിട്ടിയവർ അത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗം അവസാനിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ വായിക്കുമ്പം, നാളെ നമ്മൾ അറഫ നോമ്പെടുക്കുമ്പം, അറഫ നോമ്പ് നമ്മൾ എടുക്കുന്നത് അറഫയിൽ ഇബ്രാഹിമായി മുഹമ്മദായി മാറാൻ പോകുന്നവരെ പോലെ ഞാനും എന്ന് പറയുന്നതാണ്. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും നോമ്പെടുത്തുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതാണ്. നാളെ അറഫ നോമ്പ് നമ്മൾ എടുക്കുമ്പം നമ്മുടെ ഉത്തരവാദിത്തം ഇസ്ലാമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മളെ കറക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ, ഇസ്ലാമിനെ കുറിച്ച് നമുക്കൊരു അഭിമാനബോധവും ആത്മവിശ്വാസം ഉണ്ടോ എന്നതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു രംഗമാണ്. അറഫ തിരിച്ചറിവാണ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോൻ ഇസ്ലാമിനെ അതിൻ്റെ ഏറ്റവും സൗന്ദര്യത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമിനെ അള്ളാഹു ഉദ്ദേശിച്ച അതേ സൗന്ദര്യത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആർജവും ഈമാനും ഒക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചോൻ നമ്മുടെ കുറവുകൾ നികത്തി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.